സാധാരണ പ്രസംഗം നടത്തി വിവാദത്തിലാകുന്നത് മന്ത്രി സജി ചെറിയാന് പുതിയ കാര്യമൊന്നുമില്ല. എന്നാൽ ഇന്ന് ആലപ്പുഴയിൽ മന്ത്രി പ്രസംഗിക്കുമ്പോൾ കൂവൽ ഉണ്ടായി. മന്ത്രി നേരിട്ട് പറഞ്ഞിട്ടും കൂവൽ നിർത്തിയില്ല. പക്ഷേ LDF പ്രവർത്തകരും പോലീസും രക്ഷാപ്രവർത്തനം നടത്തി അവസാനം കൂവൽ നടത്തിയ ആളെ പുറത്തെത്തിച്ചു. ആലപ്പുഴയിൽ SSLC +2 ജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന വേദി. മന്ത്രി സജി ചെറിയാൻ പ്രസംഗം തുടങ്ങി. SSLC പാസ്സായവരെ പറ്റിയുള്ള സജി ചെറിയാന്റെ അഭിപ്രായത്തിന് ശേഷം ഇനി എന്ത്? വേദിയും സദസ്സും കാത്തിരുന്നു. മന്ത്രി പ്രസംഗിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളുടെ വിദ്യാഭ്യാസത്തിനായി നടപ്പാക്കിയ പദ്ധതികൾ വിശദീകരിച്ചു. ഇന്ന് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി കുഞ്ഞുങ്ങൾ എവിടെ വരെ പഠിക്കണമെങ്കിലും ഈ ഗവൺമെന്റ്, പിണറായി വിജയൻ ഗവൺമെന്റിനെ പറ്റി വിമർശനമൊക്കെ പറയാം. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ടല്ലോ. ഒറ്റ കാര്യം മാത്രമേ ഞാൻ ചോദിക്കാം, ഒറ്റ കാര്യം. ഇന്ന് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി കുഞ്ഞുങ്ങൾ, കേരളത്തിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന കുഞ്ഞുങ്ങൾ എവിടെ വരെ പഠിക്കണമോ, വിദേശ രാജ്യങ്ങളിലടക്കം പഠിക്കണോ, സൗജന്യമായി പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക സ്റ്റേറ്റ് ഈ കേരളമാണെന്ന അഭിമാനത്തോടെ തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുക. പതിവിൽ നിന്ന് വിപരീതമായി സദസ്സിൽ നിന്നൊരു കൂവൽ. 7 വർഷം കൊണ്ട് 86 ഡോക്ടർമാരെ സൃഷ്ടിച്ച ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റ് എന്ന അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വർഷം നമ്മൾ അത് വേറെ സോങ്ങാണ്. സജി ചെറിയാൻ നേരിട്ട് പറഞ്ഞിട്ടും കൂവിയ ആൾക്ക് കൂസലില്ല. തീരദേശ മേഖലയെ ഏറ്റവും കൂടുതൽ പരിഗണിച്ച സർക്കാർ എന്ന് മന്ത്രി പറഞ്ഞപ്പോൾ ദേ വീണ്ടും. ഞാൻ ഒരു കാര്യം പറയാം, തീരദേശ സ്കൂളുകൾ നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ സ്കൂളുകളെല്ലാം മികച്ച നിലവാരത്തിലേക്ക് എത്തി. എല്ലാ സ്കൂളും മീറ്റിംഗ് കേട്ടോ. താമസിച്ചില്ല. പ്രസംഗം കേൾക്കുന്ന LDF പ്രവർത്തകർ രക്ഷാപ്രവർത്തനത്തിനിറങ്ങി. കൂവിയ ആളെ ഹാളിൽ ബലമായി പുറത്തിറക്കി. പിന്നാലെ പോലീസ് എത്തി. മദ്യലഹരിയിലാണ് ഇയാൾ കൂവിയതെന്നാണ് സംശയം. 24 ആലപ്പുഴ.